ഇന്ന് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. ഈ ആദ്യത്തെ ബുധനാഴ്ച ധനുമാസത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ എല്ലാവർക്കും? ഇന്ന് കുചേല ദിനമാണ്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് ആഘോഷിക്കാറുള്ളത്. അപ്പം ഞാൻ എൻ്റെ ചക്കരയ്ക്ക്, എൻ്റെ പേരക്കുട്ടിക്കാണ് ഈ കഥയൊക്കെ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കുക. ഇന്നിപ്പോൾ ഞാനും അവളും രണ്ട് ഭാഗത്താണ്. എന്നാലും ചക്കരയ്ക്ക് വേണ്ടി കഥ പറയുന്നുണ്ട് കേട്ടോ. എല്ലാ കുഞ്ഞുമക്കൾക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ചക്കരയ്ക്കും എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത് കേട്ടോ. ശ്രീകൃഷ്ണനും സുധാമാവ് എന്നാണ് കുചേലൻ്റെ പേര്. അപ്പോൾ അവർ രണ്ടുപേരും ഗുരുകുലാശ്രമത്തിൽ ചെറുതായിരിക്കുമ്പോൾ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു. രണ്ടുപേരും വളരെ സ്നേഹത്തിൽ കഴിഞ്ഞ സതീർത്ഥ്യന്മാരായിരുന്നു. സതീർത്ഥ്യന്മാരെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ. ഇന്നത്തെ പോലെ അല്ല, അന്ന് നമ്മൾ ഗുരുകുലത്തിൽ, ഇന്ന് ഹോസ്റ്റൽ ലൈഫ് പോലെ ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു കുട്ടികളെല്ലാവരും. ഒരു പ്രായം വരുമ്പോൾ എല്ലാവരും ഗുരുകുലത്തിൽ പോയി പഠനം പൂർത്തിയായി ഗുരുവിനോടും ഗുരുപത്നിയോടും കൂടി ആശ്രമത്തിൽ കഴിഞ്ഞ് എല്ലാം പഠിച്ചു കഴിഞ്ഞാണ് അവർ തിരിച്ചു വരിക. അപ്പോൾ അതുപോലെ അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായിരുന്നു. അപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് രണ്ടുപേരും ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി, സുധാമയുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അവർ കുറേ കാലം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ സുധാമ എപ്പോഴും കൃഷ്ണനോട് വലിയ ഭക്തിയായിരുന്നു. എപ്പോഴും നാരായണനാമം ജപിച്ചുകൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ കൃഷ്ണ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒന്നും തിരിച്ചു വേണം എന്ന ആശയമുള്ള ഒരു ഭക്തിയായിരുന്നില്ല അത്, വളരെ ഭക്തി. പക്ഷേ സുധാമാവിന് ദാരിദ്ര്യമായിരുന്നു. അവർക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായതുകൊണ്ട് ഇതൊന്നും പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ സുധാമാവ് പിന്നീട് കല്യാണം കഴിച്ചു, കുട്ടികളായി. പക്ഷേ അവർ സുധാമാവിൻ്റെ പത്നി, ഭാര്യ, അവർ ഇങ്ങനെ എല്ലാ വീടുകളിലും പോയി ഭിക്ഷയൊക്കെ യാചിച്ച് എന്നിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് അവർ ആഹാരമൊക്കെ കഴിച്ചു വന്നിരുന്നത്. എന്തെങ്കിലും വിശപ്പ് മാറാൻ എന്തെങ്കിലും കിട്ടും. ഇന്നത്തെ പോലെയല്ല, അന്നൊന്നും ഇത്രയും എല്ലാ വീടുകളിലും പൈസയും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ഭിക്ഷ ചോദിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പോൾ അങ്ങനെ ആണ് അവർ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഗുരുപത്നിയല്ല, സുധാമാവിൻ്റെ പത്നി പറയും, അങ്ങനെ നിങ്ങളുടെ കൃഷ്ണൻ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനല്ലേ, അപ്പോൾ അവരെ ഒന്ന് പോയി കണ്ടാൽ നമ്മളെ സഹായിക്കും, അപ്പോൾ ഒന്ന് പോകണം എന്ന് പറയും. പക്ഷേ സുധാമാവ് അതൊന്നും കേൾക്കില്ല. കാരണം സുധാമാവിന് ഭക്തിയല്ലാതെ വേറൊന്നും വേണ്ട കൃഷ്ണൻ്റെ. അങ്ങനെയാണ്, അത്രയും ആത്മാർത്ഥമായ ഭക്തിയാണ്. പക്ഷെ കുറേ പ്രാവശ്യം ഭാര്യ പറഞ്ഞപ്പോൾ ശരി ഒന്ന് പോയി കൃഷ്ണനെ കണ്ടുവരാം എന്ന് പറഞ്ഞ് സുധാമാവ് പുറപ്പെടും. അപ്പോൾ പുറപ്പെടുമ്പോൾ പറയും, നമ്മൾ കൂട്ടുകാരനെ കാണാൻ പോവുമല്ലേ, അപ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ കൂട്ടുകാരന്, വെറും കൈയോടെ എങ്ങനെ പോവുക എന്ന് പറഞ്ഞപ്പോൾ കുചേല പത്നി അടുത്ത വീടുകളിലൊക്കെ പോയി ഭിക്ഷയാചിച്ച് കുറച്ച് നെല്ല് കിട്ടും. നെല്ല് കൊണ്ടുവന്ന് അവിൽ ഉണ്ടാക്കിയിട്ട് ഒരു പൊതിയിൽ പൊതിഞ്ഞിട്ട് കൊടുക്കും, കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃഷ്ണനാണെങ്കിൽ ഇതൊക്കെ ഭഗവാനല്ലേ, നേരത്തെ അറിയാലോ, ഇന്നിപ്പോൾ കൂട്ടുകാരൻ വരും കാണാൻ എന്നൊക്കെ അറിയാം. അപ്പോൾ വീടെല്ലാം ഒരുക്കുന്ന തിരക്കിലായിരുന്നു കൃഷ്ണൻ. അപ്പോൾ ഭാര്യ ചോദിക്കും, എന്താ അതൊന്നും പതിവില്ലാത്തതാണല്ലോ, ഇന്ന് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇന്ന് ഒരു അതിഥി വരാനുണ്ട് നമ്മൾക്ക് എന്ന് പറയും. അപ്പോൾ ആരാണെന്നൊന്നും ഇവർക്ക് അറിയില്ല. പക്ഷേ കുചേലൻ ഇങ്ങനെ, സുധാമാവിൻ്റെ മറ്റൊരു പേരാണ് കുചേലൻ. കുചേലൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദരിദ്രൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുചേലൻ എന്ന് പറയണത്. അപ്പോൾ അത് കാരണം കുചേലൻ ഇങ്ങനെ പോയി ഭഗവാനെ കാണാൻ പോയി. ദൂരെ നിന്ന് തന്നെ ഭഗവാന് മനസ്സിലായി കുചേലൻ വരുന്നത്. ഓടി വന്ന് കെട്ടിപ്പിടിക്കും കൂട്ടുകാരനെ. അപ്പോൾ കൂട്ടുകാരനാകെ വേർത്ത് കുളിച്ച് നടന്നാ പോണേ. പക്ഷേ കൃഷ്ണനെ ഭക്തിയോടെ സ്മരിച്ചും കൃഷ്ണനെ നാരായണ 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 പറഞ്ഞു പോകുന്നതുകൊണ്ട് കുചേലൻ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ചൂടോ ഇതോ നടത്തും ക്ഷീണോ ഒന്നും അറിഞ്ഞില്ല. പിന്നെ കൂട്ടുകാരനെ കൊണ്ടുപോയി മെത്തയിലിരുത്തി
എന്താണ് കാല് പത്നിയോട് പറയും നമ്മൾ കാല് കഴുകണം എൻ്റെ കൂട്ടുകാരൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി കാലൊക്കെ കഴുകി ആ വെള്ളം ശിരസ്സിൽ തെളിക്കും കൃഷ്ണൻ. അത്രത്തോളം കൃഷ്ണൻ്റെ സ്നേഹം, കൂട്ടുകാരനോടുള്ള ആ ഒരു സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സ്നേഹമാണ്. അപ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഏറ്റവും നല്ല കൂട്ടുകാർ, ഏറ്റവും നല്ല ഫ്രണ്ട്സായിരുന്നത് കൃഷ്ണനും സുധാമാവുമാണ്. അത്രയും ആത്മാർത്ഥമായൊരു സ്നേഹമാണ് അവർ തമ്മിൽ. പിന്നെ കൂട്ടുകാരനെ ഇരുത്തി സൽക്കരിച്ചു, എല്ലാം കഴിഞ്ഞു. കുറേ നേരം വർത്തമാനം പറഞ്ഞു. അവർ കുട്ടിക്കാലത്തുള്ള പഴയ കഥകളും ഗുരുകുലത്തിലുണ്ടായിരുന്നപ്പോൾ മഴയത്ത് പോയി മരക്കൊമ്പിൽ കയറിയിരുന്നു, പിന്നെ അങ്ങനെ പേടിച്ചിരുന്നു, രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന വർത്തമാനം എല്ലാം പറഞ്ഞു, പഴയ കഥകളെല്ലാം പറഞ്ഞു. അപ്പോൾ സുധാമാവ് പറയും, സുധാമാവിനോട് ചോദിക്കും, കൃഷ്ണൻ ചോദിക്കും, എനിക്കെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ കൂട്ടുകാരാ എന്ന് ചോദിക്കും. അപ്പോൾ കുചേലൻ പറയും, ഞാനൊന്ന് അങ്ങനെ ഒളിച്ചു വെക്കും, ഈ അവിൽപ്പൊതി ഒളിച്ചു വെക്കും കൊടുക്കാൻ. ഒന്നാമത് ഇത് കല്ലും ഇതൊക്കെ നിറഞ്ഞൊരു അവിയലാണ്, അത് കൊടുക്കാനൊരു മടിയാണ് അവിൽ. അപ്പോൾ പിന്നെ ഞാൻ കൃഷ്ണന് കൊടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ എനിക്ക് തിരിച്ചെന്തെങ്കിലും ഒരു സമ്മാനം തരുമല്ലോ. അപ്പോൾ കുചേലന് സമ്മാനം ഒന്നും ആവശ്യമില്ല, കുചേലന് വെറും കൃഷ്ണൻ്റെ ഭക്തി മാത്രം മതി. അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. പക്ഷേ കൃഷ്ണൻ അത് തട്ടിപ്പറിച്ചെടുക്കും ആ അവിൽ. അപ്പോൾ തട്ടിപ്പറിച്ചെടുത്തതും അതിന്നൊരു പിടി വാരി അങ്ങനെ വായിൽ ഇടുകയാണ് കൃഷ്ണൻ. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ രുചിയും വല്ലാത്ത ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ ഉടനെ തന്നെ രണ്ടാമത്തെ പിടിയും എടുത്ത് വായിലേക്ക് ഇടാൻ നിൽക്കുമ്പോൾ രുക്മിണി ദേവി തടയും, കൈ കയറി പിടിക്കും. ഇനി അങ്ങ് എന്നെ അവരുടെ ദാസിയാക്കാനാണോ ഭാവം? കാരണം ഈ ഒരു അവില് ഭഗവാൻ വായിലിക്കിടുന്നത് ഇവിടുന്നുള്ള ഐശ്വര്യം മുഴുവൻ സുധാമാവിന് കൊടുക്കുകയാണ്, കുചേലന് കൃഷ്ണൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പിടി അവിലിൽ തന്നെ അത് പകുതിയും സുധാമാവിൻ്റെ ഗൃഹത്തിലേക്ക് പോയി കഴിഞ്ഞു, വീട്ടിലേക്ക്. അപ്പോൾ അത് രുക്മിണി ദേവിക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ അവരുടെ ദാസിയാക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവിലിൻ്റെ പിന്നിലും വേറൊരു കഥയുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് വേറൊരു കഥയിൽ പറയാം. അപ്പോൾ പിടിച്ചു നിൽക്കും. അപ്പോൾ കൃഷ്ണൻ കഴിക്കുന്നത് മതിയാക്കും. അത് കഴിഞ്ഞ് സുധാമാവ് പുറപ്പെടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പറയും, ഇല്ല, എൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ ഇരിക്കണം, 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുധാമാവിനെ അവിടെ പിടിച്ചിരുത്തി. അപ്പോൾ കുചേലൻ അന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കൃഷ്ണൻ ഉണരുന്നതിന് മുൻപ് തന്നെ സുധാമാവ് പുറപ്പെട്ടു വീട്ടിലേക്ക്. കാരണം എഴുന്നേറ്റ് വന്നാൽ തടയും, പക്ഷേ പോകണം എന്ന് പറഞ്ഞ് പോവും. അങ്ങനെ പോയി കഴിഞ്ഞ് ആൾ വീട്ടിൽ എത്തുമ്പോൾ സുധാമാവിൻ്റെ വീടിരുന്ന സ്ഥലത്തൊന്നും കാണാനില്ല, അതൊരു കുടിലായിരുന്നു. അപ്പോൾ അതൊരു കൊട്ടാരം, അവിടെ ഒരു കൊട്ടാരം പോലെ ഒരു മാളികയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഭാര്യ നിൽക്കുന്നുണ്ട്, പട്ടുസാരിയും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് തോഴിമാരോടുകൂടി പുറത്ത് വന്ന് ഭർത്താവിനെ വിളിക്കുകയാണ്. അപ്പോൾ അവർ സ്വാമിൻ ഭഗവാൻ എന്നൊക്കെയാണ് ഭർത്താവിനെ വിളിക്കുക. അത് വിളിക്കുമ്പോൾ ഭാര്യയെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല കുചേലന്. അപ്പോൾ ഇതാണത് ഞാൻ തന്നെയാണ്, ഇന്നലെ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കണു. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു അല്ലേ, നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് പത്നി അറിയിക്കുകയാണ്. അപ്പോൾ കുചേലന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കുചേലന് സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല ആവശ്യം, കൃഷ്ണൻ്റെ ഭക്തി മാത്രമാണ്. പക്ഷെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് പോയത്, എങ്കിലും ഭഗവാനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കൃഷ്ണനെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രം മതി, കൃഷ്ണനോടുള്ള ഒരു ഭക്തി മാത്രം മതി ജീവിതത്തിലെല്ലാ ഉയർച്ചയ്ക്കും കാരണമാവാൻ. അപ്പോൾ എല്ലാവരും ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് അറിയിക്കണേ. എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ കഥ പ്രത്യേകം കേൾപ്പിച്ചു കൊടുക്കണേ. ഹരേ കൃഷ്ണ.